ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഇവിടെ ഏവർക്കും ഇഷ്ടപ്പെട്ട പരിപ്പ് പായസമാണ് ഉണ്ടാക്കുന്നത്. അതിനാവശ്യമായിട്ട് 1/2 കിലോ ചെറുപയർ പരിപ്പാണ് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത്. പിന്നെ ചെറുതായി നുറുക്കി വെച്ച തേങ്ങാക്കൊത്ത്, കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, ഏലക്കയും ജീരകവും പഞ്ചസാരയും കൂടി ഒന്നിച്ച് ചേർത്ത് പൊടിച്ച് വെച്ചതാണ്. പിന്നെ തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ 2-ാം പാലും 1-ാം പാലും നമുക്ക് ആവശ്യമാണ്. പിന്നെ ആവശ്യത്തിനുള്ള നെയ്യും മിഠായി മേറ്റും നമുക്ക് വേണം പായസത്തിനായിട്ട്. അടുത്തതായി നമുക്കൊരു ഉരുളി വെക്കുക. അതിലേക്ക് നമുക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കുക. പരിപ്പ് നന്നായി റോസ്റ്റായി വരുന്നത് വരെ നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇപ്പം നന്നായി കളറെല്ലാം മാറി നല്ല റോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കതിനൊരു പാത്രത്തിലോട്ട് മാറ്റാം. റോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇത് കഴുകിയെടുക്കുന്നത്. അപ്പം പരിപ്പ് നന്നായി കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ആവശ്യമായ വെള്ളവും ചേർത്ത് ഒരു 5 വിസിൽ വന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ പരിപ്പ് നന്നായി വെന്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി മറ്റൊരു ഉരുളി വെക്കുക. ഇനി നമുക്ക് ഇതിനാവശ്യമായ 2 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ നെയ്യിലേക്ക് തന്നെ നമ്മൾ ഉരുക്കി അരിച്ചെടുത്ത ശർക്കര പാനി ചേർക്കാം. ഇവ രണ്ടും കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തായി ചേർക്കേണ്ടത് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പരിപ്പാണ്. അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പരിപ്പ് നന്നായി ഇളക്കി യോജിച്ച് വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അടിയിൽ പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായി വഴറ്റി നെയ്യ് തെളിഞ്ഞു വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് 2-ാം പാല് ചേർത്ത് കൊടുക്കാം. ഇനി 2-ാം പാലിൽ കിടന്ന് നമ്മുടെ പരിപ്പ് നന്നായി വെന്ത് കുറുകി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇനി ഒരല്പം ഉപ്പും കൂടി നമുക്കൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് അതിലേക്ക് നമുക്ക് പൊടിച്ചു വച്ചിരിക്കുന്ന ജീരകം, ഏലക്ക, പഞ്ചസാര എന്നിവയുടെ കൂട്ടും കൂടി ചേർക്കാം. ഒരു 2-3 സ്പൂൺ വരെ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പായസം നല്ല മണം വരുന്നുണ്ട്. ഈ സമയത്ത് ഏലക്കയുടെയും ജീരകത്തിൻ്റെയൊക്കെ നല്ല മണം വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്കിനി 1-ാം പാല് ചേർത്ത് കൊടുക്കാം. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്നത്. അതും കൂടി നന്നായി നമ്മുടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇനിയും നമുക്ക് വേണ്ടത് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അമൂലിൻ്റെ മിഠായി മേറ്റ്സ് ആണ് 1 സ്പൂൺ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇപ്പം നമ്മുടെ പായസം നന്നായി റെഡിയായി കഴിഞ്ഞു. ഇനി അല്പം ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി നെയ്യ് എടുക്കുക. അതിലേക്ക് തേങ്ങാക്കൊത്ത് നല്ല ബ്രൗൺ കളറാവുന്ന ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ വറുത്ത് എടുക്കാം. ഇതേ നെയ്യിലേക്ക് തന്നെ നമുക്ക് കാഷ്നട്ടും അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി ചേർത്ത് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ തയ്യാറായിരിക്കുന്ന പായസത്തിലേക്ക് തേങ്ങാക്കൊത്തും കാഷ്നട്ടും കിസ്മിസും കൂടി ചേർത്ത് നമുക്ക് ഗാർണിഷ് ചെയ്യാം. തയ്യാറായിട്ടുണ്ട്.
ഇപ്പോൾ നമുക്ക് നമ്മുടെ പായസം എല്ലാവർക്കും വേണ്ടി സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പഴവും പപ്പടവും ചേർത്ത് കഴിക്കാൻ മറക്കല്ലേ.